നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം എന്നത് പി എം സിയുമായി ബന്ധപ്പെട്ടാണ്. പി എം ശ്രീ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും പി എം സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റുകളും, അത് ഒന്ന് രണ്ട് സ്റ്റേറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റുകളും ഈ പി എം സി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പി എം സിയുടെ ഗുണമേന്മകളെക്കുറിച്ചും ഒക്കെ ധാരാളം വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിതെല്ലാം കൃത്യമായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു പ്രധാന പ്രശ്നം ഉദിക്കുന്നത്. അതായത് ഭരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാൻ പറ്റും സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ ഒരു പി എം സി പദ്ധതി എന്നത് സംസ്ഥാനങ്ങളിൽ ഗുണകരമാണ് എന്ന്. ശരിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇതിനെ തെറ്റിദ്ധാരണാപരമായ രീതിയിൽ ജനങ്ങളിലേക്ക് കുറെ ഏറെ മെസ്സേജുകൾ ഇവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുകയും ഇന്ത്യയുടെ പൗരബോധവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ജനത വേണ്ട എന്ന് അവകാശപ്പെടുന്നവരുടെ ഒരു വിമുഖത അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ട് വേണം ഇത്തരത്തിലുള്ള സമീപനങ്ങളെ നമുക്ക് കാണാൻ. ഇന്ത്യയുടെ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് സിലബസുകൾ തീരുമാനിക്കുന്ന ഒരു സമ്പ്രദായമല്ലിത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രം എന്നത് ലിഖിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സിലബസിൽ തെറ്റിദ്ധാരണപരമായിട്ടുണ്ടെങ്കിൽ, തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചകൾ കൊണ്ട് പരിഹരിക്കാവുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ സിലബസുകൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ലോക നിലവാരത്തിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസുകൾ തന്നെ മാറ്റിമറിക്കപ്പെട്ട എ യുഗമാണ്. എ യുഗത്തിൽ പഴയ ജനറേഷനിൽപ്പെട്ട ആളുകൾ ചിന്തിക്കുന്ന രീതിയിലുള്ള പുതിയ ടെക്നോളജികളെ, പുതിയ സിലബസുകളെ, പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായിക രീതികളെ നടപ്പാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുവരാൻ കഴിയൂ. കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ട ഫണ്ട് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹൈ എഡ്യൂക്കേഷൻ പദ്ധതി അല്ലെങ്കിൽ ഒരു സിലബസ് പോളിസി എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും? നമ്മൾ ചിന്തിക്കുക. ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് നൽകി വിജയിപ്പിച്ച രാഷ്ട്രീയ കക്ഷികളാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ് ആരാണെന്നോ കേന്ദ്ര ഗവൺമെൻറ് നയം എന്താണെന്നോ അല്ലതാ ഇവിടെ പ്രശ്നം. കേരളത്തിൽ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കുന്ന പോളിസികളാണ്. കേരളത്തിലെ ഗവൺമെൻറ്റാണ് വോട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് പദ്ധതികളും അത് നടപ്പാക്കാനുള്ള നിങ്ങളുടെ കഴിവും അല്ലെങ്കിൽ പ്രാപ്തിയുമാണ്. അതിന് നിങ്ങളുടെ രാഷ്ട്രീയം ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പണം ചോദിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് പണം വാങ്ങുന്നതിനകത്ത് എന്താണ് പ്രശ്നം? നിങ്ങളുടെ രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അടുത്ത പ്രാവശ്യം ജനങ്ങളോട് തുറന്ന് സമ്മതിക്കൂ, നമ്മളെ കൊണ്ട് ഈ പണിക്ക് പറ്റത്തില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് പണം തരുന്നില്ല, സെൻട്രൽ ഗവൺമെൻറ് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്നത്. ശരിക്കും സെൻട്രൽ ഗവൺമെൻറ് അല്ല ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളുടെ പോളിസികൾ. സെൻട്രൽ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വിമുഖത കാട്ടുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇന്ത്യയുടെ ചരിത്രമല്ല പഠിക്കുന്നത്, ഭാരതത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ടെക്നോളജിയാണ് ഇവർ പഠിക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ മാൻ പവർ രാജ്യമാണിത്. ഈ രാജ്യത്തെ യുവാക്കൾക്ക് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടത്തക്ക രീതിയിലുള്ള തൊഴിൽ ലഭിക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അതുപോലെ തന്നെ പ്രൊഫഷണൽസും ഉള്ളത്. എത്ര പേരാണ് തൊഴിൽ രഹിതരായിട്ട് ഇവിടെ ഉള്ളത്? ഒരു കുട്ടി 20-25 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡിഗ്രിയുമായിട്ട് വരുന്നത്. ഈ കുട്ടികൾക്ക് എത്ര പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് ലഭിക്കാത്തത്? പല കുട്ടികളും, അതായത് നല്ല ഒരു വിഭാഗം കുട്ടികളും കേരളത്തിന് പുറത്താണ് അവർ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യുന്നത്. LLB ആയാലും എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്ര
കോഴ്സുകളിൽ കുട്ടികൾ പഠിക്കാൻ വിമുഖത കാട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വ്യത്യാസമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തെയോ ഒന്നും തന്നെ കളിയാക്കാനല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ അഭിമാനികളാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റും ഒരുപക്ഷെ അഭിമാനികളാവാം. എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും സെൻട്രൽ ഗവൺമെൻറ് ഏത് രീതിയിലും പാട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് സ്റ്റേറ്റിൻ്റെ പ്രോഗ്രസ് അല്ലെങ്കിൽ അഭിവൃദ്ധിയാണ്. അതിന് നിങ്ങൾ എവിടെ നിന്ന് പണം കണ്ടെത്തുന്നു എന്നതല്ല വിഷയം. ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അത് ആരായാലും എക്സ് ഓർ വൈ ആരായാലും അതിന് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് തന്നെ ഒത്തുചേരുക, അവരുടെ പോളിസി നടക്കുക. ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തെ ഒരു സ്റ്റേറ്റാണ് കേരളം. എന്തിനാണ് ഇത്രയും വിഭാഗീയത പുലർത്തുന്നത്, ജനങ്ങൾ ഇത്ര തെറ്റിദ്ധാരണ വരുത്തുന്നത്? ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു വലിയ യുഗമാണ്, AI-യുടെ യുഗമാണ്. എല്ലാ ഡേറ്റകളും എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ജനം ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പരാജയം തന്നെ നമുക്ക് തന്നെ ആലോചിക്കാം. തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് കുറേ ആളുകൾ സംസാരിക്കുകയാണ്. അതിന് ജനങ്ങൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. പുതിയ തലമുറ എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസംഗത്തോട് യാതൊരു വിധമായ താല്പര്യമില്ലാത്ത ആളുകളാണ്. അവരിവരെ ഒന്നും മൈൻഡ് ചെയ്യില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ശരിക്കും പറഞ്ഞാൽ PMC-യുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ അപഹാസ്യമായിട്ട് മാറിയിരിക്കുകയാണ്. PMC എന്ന് പറഞ്ഞൊരു പദ്ധതി കേരളത്തിന് ആവശ്യമാണ്. ഇന്ത്യയുടെ സംസ്ഥാനത്തുടനീളം നടക്കാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമ്പ്രദായം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. 3.5 കോടി ജനങ്ങൾ തീരുമാനിച്ച ഒരു ഗവൺമെൻറ്റാണോ അതോ 140 കോടി ജനങ്ങൾ തീരുമാനിച്ച ഒരു ഗവൺമെൻറ്റാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കും. നിങ്ങളുടെ രാഷ്ട്രീയ തർക്കമല്ല, ജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയാണ് ഇവിടുത്തെ മുഖ്യ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നു.